അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് പെരുന്നാളിനെ കുറിച്ചുള്ള ഒരു സവിസ്തര പഠനമാണ്. നമുക്കറിയാം, മുസ്ലിങ്ങൾക്ക് പ്രധാനപ്പെട്ട ആഘോഷമാണ് പെരുന്നാൾ. അതുകൊണ്ട് പെരുന്നാളുമായി ബന്ധപ്പെട്ട എല്ലാ മസലകളും ഉൾപ്പെടുന്നതായതുകൊണ്ട് ഒറ്റയടിക്ക് വീഡിയോ ചെയ്യുകയാണെങ്കിൽ 4-5 മണിക്കൂർ നീണ്ടു പോകും എന്നതുകൊണ്ട് 6-7 ഭാഗങ്ങളായിട്ട് മാത്രമേ ഈ വിഷയം അവതരിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും 1, 2, 3, 4 എന്നീ ക്രമത്തിലാണ് ഞാൻ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ഭാഗവും കണ്ട് മനസ്സിലാക്കുക. ഓരോന്നിനെ പറ്റിയും പ്രത്യേകം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെരുന്നാളുകൾ ഏത് രൂപത്തിലാണ്, എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്, ഏത് രൂപത്തിലാണ് ആഘോഷിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. വർഷത്തിൽ ഈദുൽ ഫിത്തർ, ഈദുൽ അദ്ഹ എന്നിങ്ങനെ 2 പെരുന്നാളുകൾ കടന്നു വരുന്നു. റമസാൻ മാസത്തിൻ്റെ അവസാനമാണ് ഈദുൽ ഫിത്തർ. നോമ്പ് മുറിക്കുന്ന പെരുന്നാൾ എന്നാണ് ഈ ഫിത്തർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശവ്വാൽ 1-നാണ് ചെറിയ പെരുന്നാൾ. റമദാൻ മാസം 30 പൂർത്തിയാക്കുകയോ 29-ന് ശവ്വാൽ മാസപ്പിറവി ദർശിക്കുകയോ ചെയ്യുന്നതോടുകൂടെയാണ് ചെറിയ പെരുന്നാൾ സമയമാകുന്നത്. ആഘോഷ ദിവസങ്ങളിലും സൃഷ്ടാവായ അള്ളാഹുവിനെ ആരാധിക്കുവാനും അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാനും അവനോട് മാപ്പിരക്കുവാനും ഇസ്ലാം നിർദ്ദേശിക്കുന്നു. അതിനുപയുക്തമായ കർമ്മ പദ്ധതികളാണ് പ്രസ്തുത ദിവസങ്ങളിൽ വിശുദ്ധ ഇസ്ലാം സംവിധാനിച്ചിട്ടുള്ളത്. പെരുന്നാൾ നിസ്കാരവും ഖുതുബയും ഫിത്ർ സക്കാത്തുമെല്ലാം ഈ ചെറിയ പെരുന്നാളിൻ്റെ ഭാഗമാണ്. സൃഷ്ടാവായ അള്ളാഹുവിനെയും അവൻ്റെ വിധിവിലക്കുകളെയും പാടെ മറന്നുകൊണ്ട് അനിസ്ലാമികമായ വിഷയങ്ങളിൽ പെരുന്നാൾ ദിവസങ്ങളിലെ അതിമഹത്തരവും വീണ്ടെടുക്കാൻ സാധിക്കാത്തതുമായ സമയം ചെലവഴിക്കുന്നവർ നിർഭാഗ്യവാന്മാർ തന്നെയാണ്. ഒരു മാസത്തെ വ്രതത്തിലൂടെ നേടിയെടുത്ത ആത്മീയ ചൈതന്യം ഒരു ദിവസം കൊണ്ട് കളഞ്ഞു കുളിക്കുന്നത് എത്രമാത്രം വിഡ്ഢിത്തമല്ല എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. പുതിയ വസ്ത്രം ധരിക്കുക, നല്ല ഭക്ഷണങ്ങൾ വീട്ടുകാരെ ഭക്ഷിപ്പിക്കുക, കുടുംബ ബന്ധം പുലർത്തുക തുടങ്ങിയ സൽക്കർമ്മങ്ങൾ പെരുന്നാളിൽ പ്രത്യേകം സുന്നത്താണ്. പെരുന്നാൾ ദിവസത്തിലെ പ്രാർത്ഥന അള്ളാഹു ഉത്തരം നൽകുന്നതാണ് എന്ന് നിരവധിയായ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾക്ക് അള്ളാഹുവിനോട് മാപ്പിരക്കാനും മരണപ്പെട്ടവരെ സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പെരുന്നാളിൽ നാം സമയം കാണണം. പെരുന്നാൾ ദിവസത്തിൽ പെൺകുട്ടികൾ ദഫ് മുട്ടി പാടിയതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചതായി പ്രബലമായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാം അനുവദിക്കുന്ന രൂപത്തിലുള്ള പരിപാടികൾ പെരുന്നാളിന് സംഘടിപ്പിക്കുന്നതിന് വിരോധമില്ല. അതേപോലെ മഹാന്മാരുടെ മക്ബറകൾ സന്ദർശിക്കുവാനും മറ്റും ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ടൂറുകൾ സംഘടിപ്പിക്കുകയൊക്കെ നമ്മുടെ നാട്ടിൽ നിലവിലുള്ളതാണ്. അതിനും വിരോധമില്ല. മുസ്ലിങ്ങളുടെ ആരാധനാ കർമ്മങ്ങളായ നോമ്പും പെരുന്നാളും തീരുമാനിക്കുന്നതിൽ ജ്യോതിശാസ്ത്രം അവലംബിക്കാൻ പറ്റുകയില്ല. മറിച്ച് മാസം കാണുകയോ
30 പൂർത്തിയാവുകയോ തന്നെ വേണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ഹിലാൽ കണ്ടതിന് വേണ്ടി നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക, ഹിലാൽ കണ്ടതിന് വേണ്ടി നിങ്ങൾ നോമ്പ് ഒഴിവാക്കുക. ഇനി നിങ്ങളുടെ മേൽ ആകാശം മേഘാവൃതമായാൽ ഷഅബാനിൻ്റെ എണ്ണം നിങ്ങൾ 30 പൂർത്തിയാക്കുക എന്ന് സഹീഹുൽ ബുഖാരിയിലെ ഹദീസിൽ വ്യക്തമാണ്. മാസം കണ്ടതായി അനിഷേധ്യമായ വാർത്ത സത്യനിഷേധികളിൽ നിന്നും നിന്നായാൽ പോലും അനിഷേധ്യമായ വിജ്ഞാനം അത് മുഖേന ലഭിക്കുന്നതിനാൽ പരിഗണിക്കുന്നതാണ്. സാധാരണ നിലയിൽ തെറ്റാൻ സാധ്യതയില്ലാത്ത അടയാളങ്ങളും പരിഗണിക്കാവുന്നതാണ്. എന്നാൽ ജ്യോതിശാസ്ത്രജ്ഞൻ്റെയും കണക്ക് നോക്കുന്നവൻ്റെയും അഭിപ്രായത്തിന് പരിഗണനയില്ല. അവർ പറയുന്നത് സ്വീകരിച്ച് ആർക്കും നോമ്പെടുക്കാനോ പെരുന്നാൾ ആഘോഷിക്കാനോ പറ്റില്ല. എന്നാൽ അവരുടെ അറിവനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാവുന്നതാണ്. എന്നാൽ റമദാനെ തൊട്ട് അത് മതിയാവുകയില്ല എന്ന അഭിപ്രായത്തെയാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഉൽ മുഹദ്ദബിൽ പ്രബലമായി പറഞ്ഞിട്ടുള്ളത് എന്ന് തുഹ്ഫത്തുൽ മുഹ്താജിൽ പറഞ്ഞിട്ടുണ്ട്. റമദാൻ നോമ്പ് സ്ഥിരപ്പെടാൻ നീതിമാനായ ഒരു വ്യക്തിയുടെ സാക്ഷ്യം മതിയാകും. കാളിയുടെ മുമ്പാകെ നിശ്ചയം ഞാൻ മാസം കണ്ടുവെന്നോ മാസം വെളിവായിരിക്കുന്നുവെന്നോ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് ഖാസിയുടെ മുമ്പാകെ അവൻ സാക്ഷ്യം വഹിച്ചാൽ റമദാൻ സ്ഥിരപ്പെടുമെന്ന് തുഹ്ഫയിൽ പറയുന്നു. ഒരാൾ സാക്ഷ്യം വഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സാക്ഷി വിസ്താരത്തിന് ശേഷം ഖാസി പ്രഖ്യാപിച്ചാൽ അതനുസരിച്ച് പ്രവർത്തിക്കൽ ആ ഖാസിയെ പിൻപറ്റുന്ന മഹല്ലുകളിലെ ജനങ്ങൾക്ക് നിർബന്ധമാകും. റമദാൻ മാസം സ്ഥിരപ്പെടാൻ ഒരു സാക്ഷി മതി എന്നതിന് ഇമാം അബൂദാവൂദ് നിവേദനം ചെയ്ത ഹദീസ് രേഖയാണ്. അതിങ്ങനെയാണ്: ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഒരു അഹ്റാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ച് ഇപ്രകാരം പറഞ്ഞു: നിശ്ചയം ഞാൻ ഹിലാൽ കണ്ടിരിക്കുന്നു, ഇത് റമദാനിൻ്റെ ഹിലാലാണെന്ന് ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ കാണാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, അള്ളാഹു അല്ലാതെ ആരാധ്യനില്ലെന്ന് നീ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അതെ. നബി വീണ്ടും ചോദിച്ചു, നിശ്ചയം മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് നീ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അതെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഓ ബിലാൽ, നീ ജനങ്ങൾക്ക് വിവരം കൊടുക്കൂ, നാളെ അവർ നോമ്പെടുത്തു കൊള്ളട്ടെ. എന്നാൽ പെരുന്നാൾ സ്ഥിരപ്പെടാൻ നീതിമാന്മാരായ 2 ആളുകളുടെ സാക്ഷ്യം ആവശ്യമാണ്. ഇമാം നവവി പറയുന്നു, പെരുന്നാൾ സ്ഥിരപ്പെടാൻ 2 സാക്ഷികൾ അനിവാര്യമാണ്. കാരണം അതൊരു നിർബന്ധ കാര്യത്തെ ഒഴിവാക്കാനുള്ളതാണ്. അതിനാൽ നിർബന്ധ കാര്യത്തിനുള്ള സൂക്ഷ്മത കണക്കിലെടുത്ത് എണ്ണം പരിഗണിക്കപ്പെട്ടു. പെരുന്നാൾ സ്ഥിരപ്പെടാൻ 2 സാക്ഷികൾ ആവശ്യമാണെന്നതിന് ഹദീസ് പ്രമാണമാണ്. ഹുസൈൻ ബിനുൽ ഹാരിസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അമീർ ഖുതുബയ്ക്ക് ശേഷം ഇപ്രകാരം പറഞ്ഞു: മാസം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയ പെരുന്നാൾ കഴിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് കരാർ ചെയ്തിരിക്കുന്നു. ഞങ്ങൾ മാസം കണ്ടില്ലെങ്കിൽ നീതിമാന്മാരായ 2 ആളുകളുടെ സാക്ഷ്യം സ്വീകരിച്ച് ഞങ്ങൾ പെരുന്നാൾ കഴിക്കും. മക്കയിലെ അമീർ ആരാണെന്ന് ഹുസൈൻ ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ചോദിച്ചപ്പോൾ അറിയില്ലെന്ന് മറുപടി നൽകിയ അദ്ദേഹം പിന്നീട് എന്നെ കണ്ടപ്പോൾ അത് മുഹമ്മദ് ബിൻ ഹാത്തിബി റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരൻ ഹാരിസ് ബിനു ഹാത്തിബ റളിയല്ലാഹു അൻഹു ആണെന്ന് വിശദീകരിച്ച് തന്നു. ഇത് സുനന് അബീ ദാവൂദിൽ പറയുന്നുണ്ട്. ഹാരിസ് ബിൻ ഹാത്തിബ് റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായ സ്വഹാബിയാണെന്ന് ഇമാം നവവി തങ്ങൾ ശറഹുൽ മുഹദ്ദബിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രസ്തുത ഹദീസിൽ പരാമർശിച്ച നുസ്കിൻ്റെ താല്പര്യം ചെറിയ പെരുന്നാളാണെന്ന് ഇമാം നവവി തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. കണക്കടിസ്ഥാനമാക്കി നോമ്പും പെരുന്നാളും തീരുമാനിക്കാമെന്ന് പറയുന്നവർ എടുത്തു കാണിക്കുന്ന പ്രമാണം ഇതാണ്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞു: ഹിലാൽ കാണുന്നത് വരെ നിങ്ങൾ നോമ്പെടുക്കരുത്, ഹിലാൽ കാണുന്നത് വരെ നിങ്ങൾ നോമ്പ് ഒഴിവാക്കരുത്. ഇനി നിങ്ങളുടെ മേൽ മേഘം മൂടപ്പെട്ടാൽ അതിനുവേണ്ടി നിങ്ങൾ കണക്ക് കൂട്ടുക. ബുഖാരി. പ്രസ്തുത ഹദീസിൽ ഇനി നിങ്ങളുടെ മേൽ മേഘം മൂടപ്പെട്ടാൽ അതിനുവേണ്ടി നിങ്ങൾ കണക്ക് കൂട്ടുക എന്ന പരാമർശമാണ് കണക്ക് നോക്കി നോമ്പും പെരുന്നാളും തീരുമാനിക്കാമെന്ന് പറയുന്നവർ അടിസ്ഥാനമാക്കുന്നത്. എന്നാൽ അതിൻ്റെ വിവക്ഷ അതല്ല, മറിച്ച് ഷഅബാൻ 30 എണ്ണി കണക്കാക്കണമെന്നാണ്. നിങ്ങൾ ഷഅബാനിൻ്റെ എണ്ണം 30 പൂർത്തിയാക്കുക എന്ന അർത്ഥം വരുന്ന റിപ്പോർട്ടുകൾ ഇക്കാര്യം വ്യക്തമാക്കുന്നു. ഇബ്നു ഹജർ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, റമദാനിന് വേണ്ടി നിങ്ങൾ കണക്ക് കൂട്ടുക എന്നതിൻ്റെ താല്പര്യം ഷഅബാനിൻ്റെ തുടക്കം നോക്കി 30 പൂർത്തിയാക്കണമെന്നാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമാക്കുന്ന മറ്റ് റിവായത്തുകൾ ഈ വ്യാഖ്യാനത്തെ ബലപ്പെടുത്തുന്നു. എണ്ണം നിങ്ങൾ 30 പൂർത്തിയാക്കുവിൻ എന്ന അർത്ഥം വരുന്ന മുമ്പ് പറഞ്ഞതും
അതേ ആശയം കാണിക്കുന്നതുമായ റിവായത്തുകളാണത്. ഹദീസിനെ ഹദീസ് കൊണ്ട് വ്യാഖ്യാനിക്കുന്നതാണല്ലോ കൂടുതൽ നല്ലത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ വന്ന ഈ പരാമർശത്തിൽ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി തന്നെ ഷഹ്ബാൻ്റെ എണ്ണം നിങ്ങൾ 30 പൂർത്തിയാക്കുവിൻ എന്ന് നിവേദനം ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ വിഷയത്തിൽ വന്നതിൽ വെച്ച് ഏറ്റവും വ്യക്തമായ പരാമർശമെന്ന് ഫതുൽ ബാരിയിൽ പറയുന്നു. അപ്പോൾ കണക്ക് നോക്കി മാസം തീരുമാനിക്കണമെന്നല്ല പ്രസ്തുത പരാമർശത്തിൻ്റെ താൽപ്പര്യം. പ്രത്യുത ഷഹ്ബാനിൻ്റെ എണ്ണം 30 പൂർത്തിയാക്കി റമദാൻ തുടങ്ങണമെന്നാണ്. മറ്റ് മാസങ്ങളുടെ നിയമവും ഇതുതന്നെയാണ്. നിങ്ങൾ എണ്ണം 30 പൂർത്തിയാക്കുവിൻ എന്ന പൊതുവായ പരാമർശങ്ങളും ഹദീസിൽ വന്നിട്ടുണ്ട്. അതിൽ ഷഹ്ബാനും റമദാനും മറ്റ് മാസങ്ങളും ഉൾപ്പെടുന്നതാണ്. മാസപ്പിറവി തീരുമാനിക്കാൻ കണക്ക് അടിസ്ഥാനമാക്കാൻ പറ്റില്ലെന്ന് ഇനി പറയുന്ന ഹദീസിൽ നിന്നും വ്യക്തമാണ്. ഇമാം ബുഖാരി റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നിശ്ചയം നാം എഴുത്തും വായനയും അറിയാത്ത സമൂഹമാണ്. നാം എഴുതുകയോ കണക്ക് കൂട്ടുകയോ ഇല്ല. മാസം ഇങ്ങനെയും ഇങ്ങനെയുമാണ്. ചിലപ്പോൾ 29ഉം ചിലപ്പോൾ 30ഉമാണെന്നുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ദേശിച്ചത്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജറുൽ അസ്കലാനി തങ്ങൾ എഴുതുന്നു, അറബികളിൽ എഴുതുന്നവരും കണക്ക് കൂട്ടുന്നവരും ഉണ്ടായിരുന്നു എന്നത് ഇതിനെതിരല്ല. കാരണം എഴുത്ത് അവരിൽ നന്നേ കുറവായിരുന്നു. ഇവിടെ കണക്ക് കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് നക്ഷത്രങ്ങളുടെയും അവയുടെ സഞ്ചാരത്തിൻ്റെയും കണക്കുകളാണ്. അതറിയുന്നവരും അവരിൽ വളരെ കുറവായിരുന്നു. അതിനാൽ നക്ഷത്രശാസ്ത്രവും നക്ഷത്രങ്ങളുടെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട കണക്കുകളും പഠിക്കുന്നതിലുള്ള പ്രയാസം കണക്കിലെടുത്ത് നോമ്പിൻ്റെയും മറ്റു നിയമങ്ങൾ മാസം കാണുന്നതുമായി ബന്ധപ്പെടുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചു. പ്രസ്തുത കണക്കറിയുന്നവർ പിന്നീട് വന്നാലും നോമ്പിലുള്ള നിയമം അതേപടി സ്ഥിരപ്പെടുകയും ചെയ്തു എന്ന് മാത്രമല്ല, നിയമത്തെ കണക്കുമായി തീരെ ബന്ധപ്പെടുത്തുന്നില്ലെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസ്താവനയുടെ ശൈലിയിൽ നിന്ന് വ്യക്തമാകുന്നത്. നിങ്ങളുടെ മേൽ കാർമേഘം മൂടപ്പെട്ടാൽ നിങ്ങൾ എണ്ണം 30 പൂർത്തിയാക്കുവിൻ എന്ന് നേരത്തെ വിവരിച്ച ഹദീസ് ഈ ആശയം വ്യക്തമാക്കുന്നതാണ്. നിങ്ങൾ കണക്കന്മാരോട് ചോദിക്കുവിൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇതിലുള്ള യുക്തി ഇങ്ങനെ മനസ്സിലാക്കാം. ആകാശം മേഘാവൃതമാകുമ്പോൾ എണ്ണം പരിഗണിക്കുന്നതിൽ അഥവാ 30 പൂർത്തിയാക്കുന്നതിൽ എല്ലാവരും സമന്മാരാണ്. ജനങ്ങൾക്കിടയിൽ രൂപപ്പെടുന്ന അഭിപ്രായ ഭിന്നതകളും തർക്കങ്ങളും ഇല്ലാതാക്കാൻ അത് മുഖേന സാധിക്കും. എന്നാൽ കണക്കന്മാരെ അവലംബിക്കണമെന്ന പക്ഷക്കാരാണ് റാഫിദികൾ. അല്ലാമ ബാജി റളിയല്ലാഹു അൻഹു പറയുന്നു, സലഫു സ്വാലിഹീങ്ങളുടെ ഐക്യകണ്ഠേനയുള്ള തീരുമാനം അവർക്കെതിരെയുള്ള പ്രമാണമാണ്. അല്ലാമ ഇബ്നു ബസീസ റളിയല്ലാഹു അൻഹു പറയുന്നു, ആ ആശയം ശരിയാണ്. കാരണം നക്ഷത്രശാസ്ത്രം പഠിക്കൽ ശരീഅത്ത് വിലക്കിയ കാര്യമാണ്. കാരണം തനി ഊഹനകളും ഭാവനകളും മാത്രമാണത്. ഉറപ്പോ മികച്ച ഭാവനയോ അതിലില്ല. മാത്രമല്ല കാര്യത്തെ അതുമായി ബന്ധപ്പെടുത്തുന്നത് കൂടുതൽ പ്രയാസം സൃഷ്ടിക്കുകയും ചെയ്യും. കാരണം വളരെ കുറഞ്ഞവർക്ക് മാത്രമേ അതറിയുകയുള്ളൂ എന്ന് ഫതുൽ ബാരി. മാസം കണ്ടതായി 1-2 ആളുകൾ സാക്ഷ്യം വഹിക്കുകയും അന്ന് മാസം കാണാൻ സാധ്യതയില്ലെന്ന് കണക്ക് തേടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സാക്ഷി പറഞ്ഞത് സ്വീകരിക്കണമെന്നാണ് പ്രബല അഭിപ്രായം. എന്നാൽ ഇത്തരണത്തിൽ സാക്ഷിയുടെ സാക്ഷ്യം സ്വീകരിക്കാൻ പറ്റില്ലെന്ന് ഇമാം സുബിക്കി റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ പിൽക്കാല പണ്ഡിതന്മാർ വിലയിരുത്തുന്നത് കാണുക. അല്ലാമ ഖത്തീബ് ഷിർബി റളിയല്ലാഹു അൻഹു പറയുന്നു, മാസം കണ്ടതായി 1-2 ആളുകൾ സാക്ഷ്യം വഹിക്കുകയും അന്ന് മാസം കാണാൻ സാധ്യതയില്ലെന്ന് കണക്ക് തേടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സാക്ഷ്യം സ്വീകരിക്കപ്പെടുകയില്ലെന്ന് ഇമാം സുബിക്കി റളിയല്ലാഹു അൻഹു പറയുന്നു. കാരണം കണക്ക് ഗണ്യതവും സാക്ഷ്യം അനുമാനവുമാണ്. ഖണ്ഡിതമായ രേഖയോട് അനുമാനം ഏറ്റുമുട്ടുകയില്ല. സാക്ഷ്യം തള്ളണമെന്ന ആശയം സമർത്ഥിക്കാൻ ഇമാം സുബിക്കി റളിയല്ലാഹു അൻഹു സുദീർഘമായി സംസാരിക്കുന്നുണ്ട്. എന്നാൽ സാക്ഷിയുടെ സാക്ഷ്യം സ്വീകരിക്കണം എന്നതാണ് പ്രബലമായ അഭിപ്രായം. കാരണം കണക്കുകാരുടെ വാക്കിന് ഇവിടെ പരിഗണനയില്ല. ഇത് പറയുന്നത് മുഗ്നി 1-ാം വാള്യം 421 പേജിലാണ്. ഈ വിഷയമായി ബന്ധപ്പെട്ട് ഇമാം റംലി പറയുന്നു, സാക്ഷ്യം കൊണ്ട് മാസം സ്ഥിരപ്പെടുമെന്ന ഗ്രന്ഥകർത്താവിൻ്റെ സംസാരത്തിൽ നിന്ന് അന്ന് മാസം കാണാൻ സാധ്യതയില്ലെന്ന് കണക്കറിയിക്കുന്ന രൂപവും ഉൾപ്പെടുന്നതാണ്. മാസം കണ്ടതിൻ്റെ 3-ാം രാവിൽ ഇശായിൻ്റെ സമയം പ്രവേശിക്കുന്നതിന് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കുക കൂടി ചെയ്താലും ശരി. കാരണം കണക്കിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിസ്ഥാനമാക്കിയിട്ടില്ല, മറിച്ച് അതിനെ പൂർണ്ണമായും അവഗണിക്കുകയാണ് ചെയ്തത്. പിതാവ് ഫത്വ കൊടുത്തതുപോലെ അതാണ് കാര്യം. എന്നാൽ സുബിക്കി റളിയല്ലാഹു അൻഹു
അദ്ദേഹത്തെ പിന്തുടരുന്നവരും ഇതിൽ എതിരഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിഹായത്തുൽ മുഹ്താജ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നത് ഇങ്ങനെയാണ്: മാസം കണ്ടുവെന്ന് ആരെങ്കിലും കണക്കിനെ അടിസ്ഥാനമാക്കി മാസം കണ്ടുവെന്ന് സാക്ഷി പറയുന്നത് കളവാണെന്ന് കണക്കറിയിക്കുന്ന രൂപത്തിൽ പണ്ഡിതന്മാർക്ക് സംശയം കുടുങ്ങിയിട്ടുണ്ട്. പ്രസ്തുത രൂപത്തിൽ ന്യായമായി തോന്നുന്നത് ഇതാണ്: കണക്കിന് അവലംബമാക്കിയ കാര്യങ്ങൾ ഖണ്ഡിതമാണെന്ന് കണക്കന്മാർ ഏകോപിച്ച് പറയുകയും അത് പറയുന്നവർ തവാത്തുറിൻ്റെ എണ്ണം എല്ലാവരും കൂടി പറയുന്നത് കളവാണെന്ന് വെക്കാൻ ബുദ്ധി സമ്മതിക്കാത്ത അത്ര പേർ എന്നതാണ് തവാത്തുർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സാക്ഷ്യം തള്ളപ്പെടുകയും അല്ലാത്തപ്പോൾ സാക്ഷ്യം സ്വീകരിക്കപ്പെടുകയും വേണം. മാസം കാണൽ അസംഭവ്യമാണെന്ന് ഖണ്ഡിതമായ കണക്ക് പറയുന്ന സാഹചര്യത്തിൽ സാക്ഷിയെ തള്ളണമെന്ന ഇമാം സുബക്കി റളിയല്ലാഹു അൻഹുവിൻ്റെ നിരുപാധിക പ്രസ്താവനയെക്കാളും അപ്പോൾ സാക്ഷിയെ സ്വീകരിക്കണമെന്ന് മറ്റുള്ളവരുടെ നിരുപാധിക പ്രസ്താവനയെക്കാളും നല്ലത് ഈ വിശദീകരണമാണ്. ഇരുവിഭാഗവും അവരവരുടെ വാദമുഖം സമർത്ഥിക്കാൻ സുദീർഘമായി സംസാരിക്കുന്നുണ്ട്. ഇരുവിഭാഗത്തിൻ്റെയും സംസാരത്തെ ചിന്തിക്കുന്നവർക്ക് നിരൂപിക്കാനാകും എന്നാണ് തുഹ്ഫയിൽ പറയുന്നത്. എന്നാൽ കണക്കിനടിസ്ഥാനമാക്കിയ കാര്യങ്ങൾ ഖണ്ഡിതമാണെന്ന് കണക്കന്മാർ ഏകോപിച്ച് പറയുകയും അവർ തവാത്തുറിൻ്റെ എണ്ണം എത്തുകയും ചെയ്യുക എന്നത് ഉണ്ടാകാൻ പ്രയാസമാണ്. അല്ലാമ ഖുർദി റളിയല്ലാഹു അൻഹു പറയുന്നു: കണക്കിനടിസ്ഥാനമാക്കിയ കാര്യങ്ങൾ ഖണ്ഡിതമാണെന്ന് കണക്കന്മാർ ഏകോപിച്ച് പറയുകയും അങ്ങനെ പറയുന്നവർ തവാത്തുറിൻ്റെ എണ്ണം ഉണ്ടാവണമെന്ന് നിബന്ധന വെക്കുകയും ചെയ്താൽ പ്രശ്നം ലഘൂകരിക്കാം. എന്നാൽ അതെങ്ങനെ എത്തിക്കാനാണ്? ഫത്താവൽ ഖുർദി പേജ് 78. കണക്കിനടിസ്ഥാനമായി സ്വീകരിക്കുന്ന കാര്യങ്ങൾ ഖണ്ഡിതമാണെന്ന് കണക്കറിയുന്നവർ ഏകോപിച്ച് പറയുകയും അങ്ങനെ പറയുന്നവർ തവാത്തുറിൻ്റെ എണ്ണം ഉണ്ടാവുകയും ചെയ്യുക എന്നത് സാധാരണ നിലയിൽ അസംഭവ്യമായ ഒന്നാണ്. അതിനാൽ കണക്കിനെ അടിസ്ഥാനമാക്കി സാക്ഷിയെ തള്ളുക എന്ന ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഉദയാസ്തമയ സമയം മുൻകൂട്ടി നിർണയിച്ച പട്ടിക നോക്കിയാണ് മാസപ്പിറവി ചിലർ മുൻകൂട്ടി നിർണയിക്കുന്നത്. സൂര്യചന്ദ്രാസ്തമയ സമയങ്ങൾ മുൻകൂട്ടി നിർണയിച്ച് രേഖപ്പെടുത്തിയ അധിക പട്ടികകളും നമ്മുടെ നാട്ടിൽ ബാംഗ്ലൂർ, ചെന്നൈ, മധ്യരേഖ പ്രദേശം അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇതല്ലാതെ ചിലപ്പോൾ ഗൂഗിളിൻ്റെ മാപ്പും പലരും ഉപയോഗിക്കുന്നുണ്ട്. ഇതല്ലാത്ത മറ്റേതെങ്കിലും പ്രദേശത്തെ കണക്ക് നിർണ്ണയിക്കണമെങ്കിൽ ഈ പ്രദേശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കണക്കിലെടുത്ത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ടി വരും. എന്നാൽ അധികവും ഏകദേശ കണക്കുകളാണവ. പല കലണ്ടറുകളിലും മറ്റും വ്യത്യസ്ത രൂപത്തിൽ കണക്കുകൾ കാണുന്നത് ഇതുകൊണ്ടാണ് എന്നിരിക്കെ ഇത്തരം കണക്കുകളെ അംഗീകരിച്ച് മാസം കണ്ടെന്ന് വാദിക്കുന്ന നീതിമാന്മാരായ സാക്ഷികളെ തള്ളിക്കളയുന്നത് ഒരിക്കലും ശരിയല്ല. ഗ്രഹണത്തെക്കുറിച്ച പ്രവചനങ്ങളിലും തെറ്റ് സംഭവിക്കാറുണ്ട്. എന്നാൽ നിസ്കാരത്തിൻ്റെ സമയം അറിയുന്നതിൽ ജ്യോതിശാസ്ത്ര കണക്കുകൾ അംഗീകരിക്കുന്നത് ഇവിടെ കാണണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിക്കാത്തതിനാലാണ്. ഉദാഹരണമായി ളുഹറിൻ്റെ സമയം പ്രവേശിക്കുന്നത് സൂര്യമധ്യത്തിൽ നിന്ന് തെറ്റിൽ കൊണ്ടാണ്, തെറ്റിയതായി കാണൽ കൊണ്ടല്ല. അതിനാൽ നിസ്കാരവും മാസപ്പിറവിയും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നാൽ ഇന്ന് കലണ്ടറുകളിൽ രേഖപ്പെടുത്തപ്പെടുന്ന നിസ്കാര സമയങ്ങളിൽ പോലും തെറ്റുകൾ സാധാരണമാണ്. അതിനാൽ ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞ് നിസ്കാരം നിർവഹിക്കുന്നതാണ് നല്ലത്. റമദാനിലെ സുബഹിയുടെ സമയത്തിൽ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ബാങ്ക് സമയത്തിന് 15 മിനിറ്റ് മുമ്പെങ്കിലും അത്താഴം കഴിച്ച് കഴിയുന്നതാണ് ഏറ്റവും സൂക്ഷ്മമായ മാർഗം. ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം നിസ്കാര സമയം സൂര്യൻ്റെ ചലനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നാണ്. ഇതിനേക്കാൾ നിർണ്ണയിക്കാൻ പ്രയാസമുള്ളതാണ് ചന്ദ്രൻ്റെ ചലനം. ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ശരിയായ വൃത്തത്തിലല്ല സഞ്ചരിക്കുന്നത്. അങ്ങനെയായിരുന്നുവെങ്കിൽ ചന്ദ്രനിലേക്കുള്ള ദൂരം എപ്പോഴും തുല്യമാകുമായിരുന്നു. മറിച്ചൊരു ദീർഘവൃത്താകൃതിയിലാണ് ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. ഷക്മീനി, തഷ്രീഫുൽ അഫ്ലാക്ക് തുടങ്ങിയ ഗ്രന്ഥങ്ങളും ശാസ്ത്രവും ഈ നിഗമനങ്ങൾ അംഗീകരിക്കുന്നു. ചന്ദ്രചലനത്തിൻ്റെ വേഗതയാവട്ടെ ഭൂമിയിൽ നിന്നുള്ള അതിൻ്റെ അകലത്തിൻ്റെ വിപരീത അനുപാതത്തിലുമാണ്. ദൂരം കൂടുന്നതിനനുസരിച്ച് വേഗത കുറയുകയും ദൂരം കുറയുന്നതിനനുസരിച്ച് കൂടുകയും ചെയ്യുന്നു. ഇക്കാര്യം തെളിവ് സഹിതം തഷ്രീഹുൽ അഫ്ലാക്കിൽ വിവരിച്ചിട്ടുണ്ട്. പെരുന്നാളിനെ കുറിച്ചുള്ള ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കേൾക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.